നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. റഷ്യൻ അധിനിവേശത്തിനു ശേഷം ഉക്രൈനിന് നഷ്ടപ്പെട്ട എല്ലാ ഭൂമിയും തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ലോക സംഘടനയ്ക്കെതിരെ ആക്രമണം അഴിച്ചുവിട്ട് ഡൊണാൾഡ് ട്രംപ്. ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി ഹാളിൽ വെച്ച് തന്നെ രൂക്ഷമായ വിമർശനങ്ങളും ട്രംപിനെതിരെ ഉയർന്നു. തായ്വാന്റെ കിഴക്കുള്ള ഹുവാലിയൻ കൗണ്ടിയിലെ ഒരു ബാരിയർ തടാകം തകർന്ന് 14 പേർ മരിക്കുകയും 124 പേരെ കാണാതാവുകയും ചെയ്തു. നാറ്റോ രാജ്യങ്ങൾ റഷ്യൻ വിമാനങ്ങൾ വ്യോമാതിർത്തിയിൽ പ്രവേശിച്ചാൽ വെടിവെക്കണമെന്ന് ഡൊണാൾഡ് ട്രംപ്. കഴിഞ്ഞ ദിവസം അന്തരിച്ച സൗദി അറേബ്യയുടെ ഗ്രാൻഡ് മുഫ്തിയും ഉന്നത പണ്ഡിത സഭയുടെ അധ്യക്ഷനും ഫത്വ കമ്മിറ്റി ചെയർമാനുമായ ഷെയ്ഖ് അബ്ദുൽ അസീസ് അലു ഷൈഖിന്റെ ഖബറടക്കം നടത്തി. 16 വയസ്സിന് താഴെയുള്ളവർക്ക് ഡിസംബർ മുതൽ ഓസ്ട്രേലിയയിൽ ഏർപ്പെടുത്താൻ ഒരുങ്ങുന്ന സോഷ്യൽ മീഡിയ വിലക്ക് റെഡിറ്റ്, ഡിച്ച്, റോബോക്സ്, ഡേറ്റിംഗ് ആപ്പുകൾ എന്നിവയിലേക്ക് വ്യാപിപ്പിക്കും. വാർത്തകൾ വിശദമായി. 2022 റഷ്യൻ അധിനിവേശത്തിനു ശേഷം ഉക്രൈന് നഷ്ടപ്പെട്ട എല്ലാ ഭൂമിയും തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കീവിന് നൽകുന്ന ഏറ്റവും ശക്തമായ പിന്തുണ പ്രസ്താവനകൾ ഒന്നാണിത്. ന്യൂയോർക്കിൽ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ സന്ദർശിച്ച ശേഷം ട്രൂത്ത് സോഷ്യലിലെ ഒരു പോസ്റ്റിൽ റഷ്യ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും US പ്രസിഡന്റ് അവകാശപ്പെട്ടു. യുദ്ധവും ഉപരോധവും റഷ്യയ്ക്കുണ്ടാക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ മനസ്സിലാക്കിയ ശേഷം യൂറോപ്യൻ യൂണിയന്റെ പിന്തുണയോടെ മുഴുവൻ ഉക്രൈനെയും അതിന്റെ യഥാർത്ഥ രൂപത്തിൽ തിരികെ കൊണ്ടുവരുവാനും യുദ്ധം വിജയിപ്പിക്കുവാനും കഴിയുന്ന അവസ്ഥയിലാണ് താൻ കരുതുന്നു. യൂറോപ്പിന്റെയും പ്രത്യേകിച്ച് ഈ യുദ്ധം ആരംഭിച്ച യഥാർത്ഥ അതിർത്തികളാണ് നാറ്റോയുടെയും സാമ്പത്തിക പിന്തുണ എന്നിവ ഉപയോഗിച്ച് ഒരു ഓപ്ഷൻ സാധ്യമാണ് എന്നും ട്രംപ് പറഞ്ഞു. ലോക സംഘടനയ്ക്കെതിരെ രൂക്ഷമായ ആക്രമണം അഴിച്ചുവിട്ട് ഡൊണാൾഡ് ട്രംപ്. വേദിയിൽ വെച്ച് തന്നെ രൂക്ഷമായ വിമർശനങ്ങളും ട്രംപിന് നേരിടേണ്ടി വന്നു. 6 വർഷത്തിനിടെ ആദ്യമായി ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി ഹാളിലെ വേദിയിലെത്തിയ ട്രംപ് അഴിമതി നിറഞ്ഞ ദോഷകരമായ ഒരു ആഗോള ശക്തിയാണെന്നും UN എന്നും വിമർശിച്ചു. അമ്പരപ്പോടെയാണ് രാഷ്ട്രതലവന്മാർ ട്രംപിന്റെ പ്രസംഗത്തിന് സാക്ഷ്യം വഹിച്ചത്. അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രസിഡന്റ് ആയിരിക്കാൻ ഡൊണാൾഡ് ട്രംപ് രണ്ടാം ടൈമിൽ യോഗ്യനാണോ എന്ന് പോലും ലോക രാഷ്ട്രത്തലവന്മാർ ഒരു നിമിഷം ചിന്തിച്ച് പകച്ചു നിന്നൊരവസ്ഥയായിരുന്നു കഴിഞ്ഞ ദിവസം UN ജനറൽ അസംബ്ലി ഹാളിൽ കണ്ടത്. 6 വർഷത്തിനിടെ ആദ്യമായി അസംബ്ലി ഹാളിലേക്ക് കാലെടുത്ത് കുത്തിയതാണ് ഡൊണാൾഡ് ട്രംപ്. ഒന്നാം ടൈമിൽ വന്നിരുന്നു, പിന്നെ ഇപ്പോഴാണ് എത്തുന്നത്. അഴിമതി നിറഞ്ഞ ഒരു സ്ഥാപനമാണിതെന്ന് അതിനകത്ത് നിന്ന് ട്രംപ് പറഞ്ഞു. ദോഷകരമായ ശക്തിയാണ് UN എന്നും ട്രംപ് പറഞ്ഞു. കാരണം ട്രംപ് രണ്ടാം ടൈമിൽ അധികാരത്തിൽ എത്തിയപ്പോൾ ആദ്യം ചെയ്തത് UN-നുള്ള ധനസഹായങ്ങൾ വെട്ടിക്കുറയ്ക്കുകയും US അടക്കം പരമാധികാരം എടുത്തു കളയും ഒക്കെയായിരുന്നു. പിന്നെ എന്താണ് പറഞ്ഞത്? ലോകം തങ്ങളുടെ അതിർത്തികൾ തങ്ങളുടെ ജനതയ്ക്ക് മാത്രമായി സംരക്ഷിക്കണം, അതിർത്തികൾ അടച്ചിടണം, ശരീഅത്ത് നിയമം ഒരു രാജ്യവും പിന്തുടരരുത്, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ എടുത്ത് പുറത്തു കളയണം, അത് സംബന്ധിച്ച ഉടമ്പടികൾ കാറ്റിൽ പറത്തണം, റഷ്യൻ എണ്ണ യൂറോപ്യൻ രാജ്യങ്ങൾ ദയവ് ചെയ്ത് വാങ്ങരുത്. ഏറ്റവും ഒടുവിൽ ലോകരാഷ്ട്രങ്ങളുടെ അഭിമാന സ്ഥാപനമായ UN-നെ രാക്ഷസനെന്നും ഇരട്ടവാലുള്ള രാക്ഷസനെന്ന് വരെ ട്രംപ് വിളിച്ചു. ഭീകരവാദികൾക്ക് ധനസഹായം നൽകുക മാത്രമാണ് UN-ന്റെ ജോലി എന്ന് വരെ ട്രംപ് ആ പൊതുവേദിയിൽ നിന്ന് പറഞ്ഞു. ആരും കൈയടിച്ചില്ല. എന്നിട്ട് എന്താ ഉണ്ടായേ? ലോകരാഷ്ട്രങ്ങളിൽ ഭൂരിഭാഗവും ട്രംപിന്റെ യഥാർത്ഥ മുഖം കണ്ട് ഞെട്ടി. അറിയാവുന്ന ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഒന്നും മിണ്ടാതെയിരുന്നു. കാരണം മറ്റ് ലോകരാജ്യങ്ങൾ കൂടി അറിയട്ടെ എന്താണ് ഈ ഡൊണാൾഡ് ട്രംപ് എന്ന്, എന്താണ് അയാൾ വാ തുറന്നാൽ പുറത്തു വരുന്നതെന്ന്. വിഷം വമിക്കുന്ന ട്രംപിന്റെ വാക്കുകൾ കേട്ട് തരിച്ചിരിക്കുകയായിരുന്നു ട്രംപിന്റെ വാലാട്ടുകളായി ഇപ്പോൾ കൂടെ നടക്കുന്ന യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ. അതിനും കാരണമുണ്ട്. 58 മിനിറ്റ് നീണ്ട തന്റെ പ്രസംഗത്തിൽ മുസ്ലിം രാഷ്ട്രങ്ങളോടുള്ള ട്രംപിന്റെ വെറുപ്പ് മൊത്തം പുറത്തു വന്നു. താനാണ് ലോകത്തെ എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിച്ചതെന്നും ഐക്യരാഷ്ട്രസഭ ഒന്നും ചെയ്തില്ലെന്നും ട്രംപ് പറഞ്ഞു വെച്ചു. ഈ വിടുവായത്തരം കേട്ട് ലോക രാഷ്ട്രത്തലവന്മാർ മൂക്കത്ത് വിരൽ വെച്ചു. ന്യൂയോർക്കിൽ ചെന്ന് ട്രംപിനെ കാണാൻ കഴിയാത്ത രാഷ്ട്രത്തലവന്മാർക്ക് അങ്ങനെ സൗജന്യമായി ട്രംപ് ആരാണ്, എന്താണ്, എങ്ങനെയൊക്കെ സംസാരിക്കും, എന്തൊക്കെ ഭാഷ ഉപയോഗിക്കും എന്നൊക്കെ നേരിട്ട് കണ്ട് മനസ്സിലാക്കി പഠിക്കാനായി. ലണ്ടനിലെ ആദ്യത്തെ മുസ്ലിം മേയറായി പോയി സാദിഖ് ഖാൻ. അതുകൊണ്ട് തന്നെ സാദിഖ് ഖാനെയും ട്രംപ് വെറുതെ വിട്ടില്ല. ലണ്ടനിലെ മേയർ അയാൾ ഭീകരനാണ്, ഭയങ്കരനാണെന്നാണ് ട്രംപ് പറഞ്ഞത്. ശരീഅത്ത് നിയമത്തിലേക്ക് ലണ്ടനെ കൊണ്ടുപോകാൻ അയാൾ ശ്രമിക്കുന്നുവെന്നും ട്രംപ് പറഞ്ഞു. കാരണം കഴിഞ്ഞ ആഴ്ച ലണ്ടനിൽ 2 ദിവസത്തെ സന്ദർശനത്തിന് ഡൊണാൾഡ് ട്രംപ് എത്തിയപ്പോൾ സാദിഖ് ഖാന്റെ നേതൃത്വത്തിലായിരുന്നു ട്രംപ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾ മൊത്തം നടന്നത്. അതിനെ ഇസ്ലാംവൽക്കരിക്കുകയാണ് ട്രംപ് ഇപ്പോൾ ചെയ്തത്. അതിനുള്ള
ആ അതിൽ ട്രംപിനുണ്ടായിരുന്ന ആ വിദ്വേഷം മുറുമുറുപ്പൊക്കെ ട്രംപ് ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയിൽ വെച്ച് പുറത്തു കാട്ടി. രാജ്യങ്ങൾ തങ്ങളുടെ അതിർത്തികൾ ശക്തമായി അടച്ച് വിദേശികളെ പുറത്താക്കണമെന്നാണ് ട്രംപ് ആവശ്യപ്പെട്ടത്. അമേരിക്ക പോലുള്ള അതിവികസിതമായ രാജ്യത്തിന്റെ രാഷ്ട്രത്തലവൻ പറയുന്നത് ഇങ്ങനെയാണ്. കാരണം അദ്ദേഹത്തിന്റെ രാജ്യത്തെ സിലിക്കൺ വാലി അടക്കം വ്യവസായ നിർമ്മാണ മേഖല അടക്കം പ്രവർത്തിക്കുന്നത് ഇന്ത്യ അടക്കമുള്ള വിദേശ രാജ്യങ്ങളിലെ വിദഗ്ധരുടെ സഹായത്തോടെയാണ്. അവർ കൂട്ടത്തോടെ വിട്ടുപോകാൻ തീരുമാനിച്ചാൽ മെക്സിക്കോ പോലെയോ കൊളംബിയ പോലെയോ ഒക്കെ ആയിപ്പോവും അമേരിക്കൻ ഐക്യ നാടുകളും. അത് ട്രംപിനറിയാം. എങ്കിലും വലിയ വായിൽ വിളിച്ച് പറയുകയാണ് വിദേശികളൊക്കെ പിടിച്ച് പുറത്താക്കണമെന്ന്. ആഗോള കുടിയേറ്റ അജണ്ട നടപ്പാക്കുന്നത് ആരാണ്? ഐക്യരാഷ്ട്രസഭ നടപ്പാക്കുന്നതാണ് ട്രംപ് വിളിച്ചു പറയുന്നത്. ലോകം ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത വാക്കുകളാണ് ട്രംപിന്റെ വായിൽ നിന്ന് വന്നത്. രാജ്യങ്ങൾക്കെതിരായ ആക്രമണങ്ങൾക്ക് ധനസഹായം നൽകുന്നത് ഐക്യരാഷ്ട്രസഭയാണെന്ന് വരെ ട്രംപ് പറഞ്ഞു വെച്ചു. ട്രംപിന്റെ വാൽ തൂക്കി കിടക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്കും കണക്കിന് കിട്ടിയിട്ടുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളുടെ യൂണിയൻ നേതാക്കൾ ആ രാജ്യങ്ങളുടെ പൈതൃകം നശിപ്പിക്കുന്നവരാണെന്നും അന്താരാഷ്ട്ര കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കുന്ന നേതാക്കളാണ് യൂറോപ്പിനുള്ളതെന്നൊക്കെ ട്രംപ് പറഞ്ഞു. വികസിത രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപാദന ശക്തി ഉപയോഗിച്ച് ഹരിത ഊർജ്ജം ഉണ്ടാക്കി അത് മലിനീകരണം ഉണ്ടാക്കുന്ന രാജ്യങ്ങൾക്ക് വിതരണം ചെയ്യുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ അത് പാടില്ലെന്നും ട്രംപ് പറഞ്ഞു. അങ്ങനെ കുടിയേറ്റം യൂറോപ്യൻ രാജ്യങ്ങൾ നശിപ്പിക്കുന്നതെന്ന് ട്രംപ് വീണ്ടും വീണ്ടും എടുത്തു പറയുന്നു. കുടിയേറ്റത്തിനെതിരായി യൂറോപ്യൻ രാജ്യങ്ങൾ എന്താണ് പിന്തുടരേണ്ടത്? അമേരിക്കൻ മാതൃക. കയ്യിൽ കിട്ടിയവനെ കയ്യിലും കാലും വിലങ്ങ് വെച്ച് ഗോട്ടിനാമോയിലോ മറ്റ് പുനരധിവാസ കേന്ദ്രങ്ങളിലോ ജയിലുകളിൽ കൊണ്ട് പാർപ്പിക്കുന്ന അമേരിക്കൻ മാതൃക യൂറോപ്യൻ രാജ്യങ്ങളും പിന്തുടരണമെന്നാണ് ട്രംപ് പറഞ്ഞത്. അതുപോലെ തന്നെ പറഞ്ഞു യൂറോപ്യൻ രാജ്യങ്ങൾ ഇനിയെങ്കിലും റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തണം. കാരണം നിങ്ങൾ വാങ്ങുന്നുണ്ടെന്ന് തനിക്ക് 2 ആഴ്ച മുമ്പ് മനസ്സിലായി. വാങ്ങരുത് എന്ന് ട്രംപ് വീണ്ടും ആവശ്യപ്പെടുന്നു, അഭ്യർത്ഥിക്കുന്നു യൂറോപ്യൻ രാജ്യങ്ങളോട് ആ വേദിയിൽ വെച്ച്. റഷ്യക്ക് മേലെ കനത്ത തീരുവ താൻ ചുമത്തുമെന്ന് വീണ്ടും ട്രംപ് വാഗ്ദാനം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ആദ്യം യൂറോപ്യൻ ഊർജ മേഖലകൾ റഷ്യൻ ഊർജ ഉൽപ്പന്നങ്ങൾ വാങ്ങരുതെന്നാണ് ട്രംപ് പറയുന്നത്. ട്രംപിന്റെ പ്രകടനത്തിൽ ഞെട്ടിപ്പോയ UN പ്രതിനിധികൾ, പ്രത്യേകിച്ച് യൂറോപ്യൻ നേതാക്കൾ മിണ്ടാതിരുന്നപ്പോൾ ട്രംപിന്റെ വാക്കുകളെ ശക്തിയുക്തം എതിർത്ത് സംസാരിക്കാൻ ധൈര്യം കാണിച്ചത് 2 വലിയ മുസ്ലിം രാഷ്ട്രത്തലവന്മാർ, ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്റെയും തുർക്കി പ്രസിഡന്റ് റെയ്പ് തയ്യിപ് എർദോഗനും. രണ്ടുപേരും ട്രംപിന് കണക്കിന് കൊടുത്തു. ട്രംപിന്റെ മുന്നിൽ ഇരുത്തി തന്നെ പറയുന്നതൊക്കെ ശരിയായിരിക്കണം, അത് ശരി തന്നെ ആയിരിക്കണം. ഒരു രാജ്യത്തിന് മുഴുവൻ മനുഷ്യ കുടുംബത്തെയും ഭീഷണിപ്പെടുത്താൻ ഇങ്ങനെ കഴിയില്ല. പക്ഷേ അടിച്ചമർത്തലിന്റെയും അനീതിയുടെയും വികാരം എന്തെന്ന് അമേരിക്ക എന്ന രാജ്യം അറിയും. ഈ അനീതിയെ മറികടക്കുന്ന ശക്തയായ ജനശക്തിയായി നമ്മൾ ഐക്യരാഷ്ട്രസഭയിലെ അംഗങ്ങൾ ഉയരുമെന്നാണ് സുബിയാന്റോ പറഞ്ഞത്. അതിന് ലഭിച്ചു അദ്ദേഹത്തിന് മറ്റു രാഷ്ട്രത്തലവന്മാരുടെ വലിയൊരു കയ്യടി. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പൂർണ്ണമായും ആ നിയന്ത്രണത്തിന് അതീതനാണെന്നും അമേരിക്കയ്ക്ക് പോലും അയാളുടെ ഒരു കൺട്രോൾ ഇല്ലെന്നും അദ്ദേഹത്തിന്റെ ക്രൂരതയ്ക്ക് മുന്നിൽ നിശബ്ദരായവർ അതിൽ പങ്കാളികളാണെന്നും വരെ റജബ് തയ്യിപ് എർദോഗൻ ഉറപ്പിച്ചു പറഞ്ഞു. അതിനും കിട്ടി കയ്യടി. അപ്പോഴേക്കും ട്രംപിന് സമാധാനമായി. ഇത്രയും ലോകരാഷ്ട്രത്തലവന്മാരുടെ മുന്നിൽ വെച്ച് തനിക്ക് പറയാനുള്ളതൊക്കെ ഒറ്റയടിക്ക് പറഞ്ഞു തീർത്തല്ലോ എന്ന് ട്രംപ് ചിന്തിക്കുമ്പോൾ മറ്റു ലോകരാഷ്ട്രത്തലവന്മാർ ചിന്തിച്ചത് ഇയാൾ ഇത്ര മണ്ടനും പൊട്ടനും വിവരദോഷിയുമാണെന്നാണ്. ട്രംപ് വിളിച്ചു പറഞ്ഞ വാക്കിലെ ഭീഷണിയും ചതിയും കുടിയേറ്റ വിരുദ്ധതയും ഒക്കെ മിക്ക ലോക നേതാക്കളും കണ്ണുകൾ തുറന്നതിനെ മനസ്സിലാക്കി എന്നിടത്താണ് അവിടുത്തെ ആ UN അസംബ്ലി ഹാളിലെ അത്രയും 1 മണിക്കൂർ സമയം എടുത്ത് അവർ മനസ്സിലാക്കി എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാതൽ. അല്ലാതെ ട്രംപ് 6 വർഷത്തിനിടെ ആദ്യമായി അവിടെ എത്തി എന്നതല്ല. 6 വർഷത്തിന് ശേഷം ട്രംപ് അവിടെ എത്തി അപഹാസ്യനായി എന്തൊക്കെ വിളിച്ചു പറഞ്ഞു തിരികെ പോയി എന്താണ് യാഥാർത്ഥ്യം. ഇന്ത്യയെ വിമർശിച്ചു കൊതി തീരാതെ ഡൊണാൾഡ് ട്രംപ്. കഴിഞ്ഞ ദിവസം UN അസംബ്ലി ഹാളിലും ഇന്ത്യയെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കാനാണ് ട്രംപ് അവസരം കണ്ടെത്തിയത്. നമസ്കാരം. ട്രംപിന്റെ തീരുവ ഭീഷണി ഇത്രയൊക്കെ ഇന്ത്യയെ ബാധിക്കുന്നില്ല എന്ന് പറയുമ്പോഴും ഇന്ത്യയുടെ അടിത്തറയിൽ കാര്യമായ പതനം സംഭവിക്കുന്നു എന്ന കാര്യം സത്യമാണ്. പലതരത്തിലും ട്രംപിന്റെ താരിഫ് ഭീഷണിയെ മറികടക്കാൻ മോദി പഠിച്ച പടി 18 നോക്കിയിട്ടും അതൊക്കെ കടലിൽ കായം കലക്കിയ പോലെ എവിടെയും എത്താതെ പോവുകയാണ്. മോദിയുടെ ഉറച്ച നിലപാടും മനോധൈര്യവും ഒക്കെ ലോകത്തെ ഏതൊരു ഭരണാധികാരിയും മാതൃകയാക്കേണ്ട വിഷയങ്ങളൊക്കെ തന്നെയാണ് എന്നിരിക്കുമ്പോഴും അത് ഇന്ത്യൻ സാമ്പത്തികത്തിന്റെ അടിത്തറ ഇളക്കുന്നു എന്ന കാര്യം വിസ്മരിക്കാനും തള്ളിക്കളയാനും കഴിയില്ല. ബദൽ മാർഗങ്ങൾ അനവധി ഇന്ത്യയിൽ മോദി നടപ്പിലാക്കി. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നവരാത്രി സമ്മാനം എന്ന പേരിൽ ഇന്ത്യയിൽ മോദി കഴിഞ്ഞ ദിവസങ്ങളിൽ നടപ്പിലാക്കിയ GST പരിഷ്കാരങ്ങൾ. എന്നാൽ അതുകൊണ്ടൊന്നും ഇന്ത്യക്ക് വിട്ടുപോയ പ്രതാപം തിരിച്ചെടുക്കാൻ കഴിയുന്നില്ല എന്നത് പകൽ പോലെ വ്യക്തമാണ്.
അമേരിക്കയുമായി അനുരഞ്ജനത്തിലെത്തി തുടർ ചർച്ചകളിലൂടെ കരാർ സ്ഥാപിച്ചെടുത്താൽ മാത്രമേ ഇന്ത്യക്ക് ഇനി രക്ഷയുള്ളൂ എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അതിനിടയിലാണ് ട്രംപിന്റെ H-1B വിസയുടെ വലിയ തോതിലുള്ള തൊഴിൽ നഷ്ടം ഇന്ത്യക്കാർക്ക് നേരിടേണ്ടി വരും എന്ന നില. അതും ഇന്ത്യയുടെ നട്ടെല്ല് തകർക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കും. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ 50% തീരുവ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയെ ബാധിച്ചു തുടങ്ങിയതായി ഗ്ലോബൽ ട്രേഡ് ആൻഡ് റിസർച്ച് ഇനിഷ്യേറ്റീവ്സിന്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 2025 മെയ്യെ അപേക്ഷിച്ച് US-ലേക്കുള്ള ചരക്കു കയറ്റുമതിയിൽ 22.2% കുറവുണ്ടായതായാണ് റിപ്പോർട്ട്. മെയ്യിൽ $880 കോടി ആയിരുന്നു കയറ്റുമതിയെങ്കിൽ ഓഗസ്റ്റിൽ ഇത് $690 കോടി മാറി. തീരുവ ബാധകമായിട്ടില്ലാത്ത സ്മാർട്ട് ഫോൺ കയറ്റുമതിയിലും ആഘാതം പ്രകടമായിട്ടുണ്ട്. തീരുവ ഉയർത്തുമെന്ന സൂചന ഉണ്ടായിരുന്നതിനാൽ അതിനു മുൻപ് വൻതോതിൽ ഫോൺ കയറ്റുമതി ചെയ്തിരുന്നു. ഡോളറുമായുള്ള വിനിമയത്തിൽ രൂപയുടെ മൂല്യ തകർച്ച തുടരുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ചൊവ്വാഴ്ച ഡോളറിനെതിരെ രൂപ എക്കാലത്തെയും താഴ്ന്ന നിലയിലെത്തി. H-1B വിസയ്ക്ക് ഫീസ് കുത്തനെ ഉയർത്തിയതാണ് പിന്നെയും തിരിച്ചടിയായത്. രാവിലെ 88.41 രൂപയിലായിരുന്നു വ്യാപാരം തുടങ്ങിയത്. വ്യാപാരത്തിനിടെ ഡോളർ ഒന്നിന് 88.82 രൂപയിലേക്ക് വീണു. ഒടുവിൽ 88.75 രൂപയിൽ വ്യാപാരം നിർത്തി. 88.45 രൂപയായിരുന്നു മുൻപ് രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ നിലവാരം. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ രൂപയുടെ സ്ഥിരത നിർണായകമാണ്. രൂപയുടെ മൂല്യം വിദേശ കറൻസികളോടുള്ള താരതമ്യത്തിൽ താഴുമ്പോൾ അത് ആഭ്യന്തര വിപണിയെയും അന്തർദേശീയ വ്യാപാരത്തെയും വലിയ രീതിയിൽ ബാധിക്കുന്നു. അടുത്ത കാലത്തായി ഡോളറിനോടും മറ്റു പ്രധാന കറൻസികളോടും രൂപയുടെ മൂല്യം ഇടിയുന്നത് പൊതുജനങ്ങളുടെ ജീവിത ചെലവിൽ നിന്ന് സർക്കാർ ധനകാര്യ നയങ്ങളിൽ വരെ വ്യാപകമായ ആഘാതങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇന്ത്യ ഒരു വലിയ ഇറക്കുമതി ആശ്രിത രാജ്യമാണെന്നത് രൂപ മൂല്യ തകർച്ചയുടെ ആദ്യ പ്രധാന പ്രശ്നമാണ്. പ്രത്യേകിച്ച് ക്രൂഡ് ഓയിൽ, സ്വർണം, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, മെഷീനറികൾ തുടങ്ങിയവയുടെ ഇറക്കുമതിയാണ് ഇന്ത്യയുടെ വ്യാപാര ഘടനയിൽ മുൻസ്ഥാനത്ത്. രൂപ വില കുറഞ്ഞാൽ ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ കൂടുതൽ രൂപ ചിലവാക്കേണ്ടി വരും. അതിന്റെ തിരിച്ചടി ഇന്ധന വില ഉയരുന്നതിലോടും അതിനോട് ബന്ധപ്പെട്ട് ഗതാഗത ചെലവുകളും സാധനങ്ങളുടെ വിലയും കൂടുന്നതിലുമാണ് കാണുന്നത്. ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ വില കൂടുമ്പോൾ പൊതുവായി വിപണിയിലെ വില നിരക്കുകളും ഉയരുന്നു. സാധാരണക്കാരന്റെ ജീവിത ചെലവിൽ നേരിട്ടുള്ള ഭാരമായി ഇത് മാറും. പാചകവാതകം, പെട്രോൾ, ഡീസൽ എന്നിവയുടെ വില ഉയരുന്നത് സാധാരണ കുടുംബങ്ങളുടെ ബജറ്റ് തകർക്കുന്ന അവസ്ഥയിലേക്ക് നയിക്കുന്നു. രൂപയുടെ മൂല്യ തകർച്ച മൂലമുള്ള വിലക്കയറ്റം നിയന്ത്രിക്കാൻ സർക്കാർ പലപ്പോഴും ധനനയങ്ങളിലും സാമ്പത്തിക ഇടപെടലുകളിലും മാറ്റങ്ങൾ വരുത്തേണ്ടി വരുന്നു. ഇന്ത്യൻ സർക്കാർ, സ്വകാര്യ കമ്പനികൾ എന്നിവ വിദേശ കറൻസികളിൽ എടുത്തിരിക്കുന്ന വായ്പകൾ തിരിച്ചടയ്ക്കുമ്പോൾ രൂപയുടെ മൂല്യ തകർച്ച വലിയ പ്രശ്നമാകും. ഉദാഹരണത്തിന് $1 വായ്പ തിരിച്ചടയ്ക്കാൻ മുൻപ് 80 രൂപ മതിയായിരുന്നെങ്കിൽ ഇപ്പോൾ അത് 85 രൂപയായി മാറിയാൽ അധിക സാമ്പത്തിക ഭാരമാണ് സർക്കാരിനുണ്ടാവുക. ഇത് സർക്കാരിന്റെ ധനകാര്യത വർദ്ധിപ്പിക്കുകയും പൊതുസേവനങ്ങൾക്ക് ചെലവിടേണ്ട പണം കടബാധ്യത തീർക്കാൻ ചെലവഴിക്കേണ്ട സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യും. രൂപ മൂല്യം കുറയുമ്പോൾ ഒരു ഭാഗത്ത് കയറ്റുമതിക്കാർക്ക് ഗുണം ലഭിക്കുന്നുണ്ട്. കാരണം അവർ വിദേശത്തു നിന്ന് കൂടുതൽ ഡോളർ സമ്പാദിക്കുകയും അത് രൂപയിലേക്ക് മാറുമ്പോൾ അധിക വരുമാനം ലഭിക്കുകയും ചെയ്യും. എന്നാൽ ഇന്ത്യയുടെ ഇറക്കുമതി വ്യാപാരം വളരെ കൂടുതലായതിനാൽ കയറ്റുമതിയിൽ ലഭിക്കുന്ന ഗുണത്തെക്കാൾ ഇറക്കുമതി ചെലവിന്റെ ഭാരം കൂടുതലാകും. ചുരുക്കത്തിൽ ചുവടുകൾ ശ്രദ്ധിച്ച് മുന്നോട്ട് വെച്ചില്ല എങ്കിൽ ഇന്ത്യയുടെ സാമ്പത്തിക അവസ്ഥ പരിങ്ങലിലാവുകയും നട്ടെല്ല് തകരുകയും ചെയ്യുമെന്ന കാര്യം ഉറപ്പാണ്. തായ്വാനിന്റെ കിഴക്കുള്ള ഹുബാലിയൻ കൗണ്ടിയിലെ ഒരു ബാരിയർ തടാകം തകർന്ന് 14 പേർ മരിക്കുകയും 124 പേരെ കാണാതാവുകയും ചെയ്തു. പേമാരിയിൽ ആഞ്ഞടിച്ച സൂപ്പർ ടൈഫൂൺ റാഗസ ദ്വീപിനെ നാശം വിതയ്ക്കുകയും കിഴക്കൻ ഏഷ്യയുടെ ചില ഭാഗങ്ങളിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തതായി അധികൃതർ അറിയിച്ചു. ബാരിയർ തടാകം തകർന്ന് ഹോങ്ഫു ടൗൺഷിപ്പിലേക്ക് ജലം ഇരച്ചു കയറുകയായിരുന്നു. സൂപ്പർ ടൈഫൂൺ റാഗസ തിങ്കളാഴ്ച മുതൽ തായ്വാനിൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തെക്കൻ ചൈനീസ് തീരത്തേക്ക് നീങ്ങുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. നാറ്റോ രാജ്യങ്ങൾ റഷ്യൻ വിമാനങ്ങൾ വ്യോമാതിർത്തിയിൽ പ്രവേശിച്ചാൽ വെടിവെക്കണമെന്ന് ഡൊണാൾഡ് ട്രംപ്. ചൊവ്വാഴ്ച ഐക്യരാഷ്ട്രസഭയിൽ വ്ളാഡിമിർ സെലൻസ്കിയുമായുള്ള ഉഭയകക്ഷി യോഗത്തിൽ US പ്രസിഡന്റ് നാറ്റോയ്ക്ക് ആക്രമിക്കാൻ പിന്തുണ നൽകിയിരുന്നു. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി റഷ്യൻ വിമാനങ്ങൾ ആവർത്തിച്ച് നാറ്റോ വ്യോമാതിർത്തിയിൽ പ്രവേശിക്കുന്നതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. തിങ്കളാഴ്ച കോപ്പൻഹേഗൻ വിമാനത്താവളത്തിന് സമീപം നടന്ന ഏറ്റവും പുതിയ കടന്നുകയറ്റമായി ബന്ധപ്പെട്ട് റഷ്യ അത് നിഷേധിക്കുകയും
ഡാനിഷ് പ്രധാനമന്ത്രി അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെന്ന് ആരോപിക്കുകയും ചെയ്തു. Would you back up NATO allies? You said that you thought that they should shoot down the Russian aircraft. Would you back them up? Would the United States help them out in some way? Depends on the circumstance, but we're very strong toward NATO. NATO has stepped up. When they went from 2% to 5%, that was great unity. അഫ്ഗാനിസ്ഥാനിലെ അധിനിവേശ കാലത്ത് 2 പതിറ്റാണ്ടോളം അമേരിക്ക ഉപയോഗിച്ച ബഗ്രാം വ്യോമതാവളം തിരിച്ചു പിടിക്കാനുള്ള നീക്കം അനുവദിക്കില്ലെന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ച് താലിബാൻ. US ആക്രമണം നടത്തിയാൽ പൂർണ്ണ യുദ്ധത്തിന് തയ്യാറാണെന്നും താലിബാൻ അറിയിക്കുകയും ചെയ്തു. കണ്ടഹാറിലെ താലിബാൻ ഉന്നതതല യോഗം ചേർന്ന ശേഷമാണ് നിലപാട് അറിയിച്ചത്. അമേരിക്കയെ സഹായിക്കാൻ ശ്രമിച്ചാൽ പാകിസ്ഥാനെതിരെയും ആക്രമണം നടത്തുമെന്ന മുന്നറിയിപ്പും താലിബാൻ നൽകിയിട്ടുണ്ട്. ബഗ്രാം വ്യോമതാവളം വിട്ടു നൽകില്ലെന്നും തങ്ങളുടെ പരമാധികാരവും അതിർത്തി സുരക്ഷയും പ്രധാനമാണെന്നും താലിബാൻ ആവർത്തിച്ചു. താലിബാൻ പരമോന്നത നേതാവ് ഹിബത്തുള്ള അഗുന്ദസാദയുടെ നേതൃത്വത്തിലാണ് യോഗം ചേർന്നത്. താലിബാനെ ആക്രമിക്കാൻ US-ന് പാക് മണ്ണ് നൽകിയാൽ തിരിച്ചടിയുണ്ടാകുമെന്നും പൂർണ്ണ യുദ്ധത്തിന് തയ്യാറാണെന്നും താലിബാൻ വ്യക്തമാക്കി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അഫ്ഗാനിസ്ഥാനിലെ ബഗ്രാം വ്യോമതാവളം തിരിച്ചു പിടിക്കണമെന്ന് ആവർത്തിച്ചിരുന്നു. വ്യോമതാവളം നിലവിൽ താലിബാൻ സൈന്യമാണ് ഉപയോഗിക്കുന്നത്. താലിബാന് വിട്ടു നൽകിയിട്ടില്ലെങ്കിൽ മോശം അനുഭവം ഉണ്ടാകുമെന്നാണ് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഈ സാഹചര്യത്തിലാണ് താലിബാൻ യോഗം ചേർന്നത്. കഴിഞ്ഞ ദിവസം അന്തരിച്ച സൗദി അറേബ്യയുടെ ഗ്രാൻഡ് മുഫ്തിയും ഉന്നത പണ്ഡിത സഭയുടെ അധ്യക്ഷനും ഫത്വ കമ്മിറ്റി ചെയർമാനുമായ ഷെയ്ഖ് അബ്ദുൽ അസീസ് ആലു ഷെയ്ഖിന്റെ ഖബറടക്കം നടത്തി. സൗദിയുടെ മതകാര്യങ്ങളിൽ ഉന്നത സ്ഥാനിയായ പണ്ഡിതനായിരുന്നു ഷെയ്ഖ് അബ്ദുൽ അസീസ് ആലു ഷെയ്ഖ്. സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായിരുന്ന ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമയുടെ സഹോദരനുമാണ് ഷെയ്ഖ് സുൽത്താൻ. ഇന്നലെ നടന്ന മയ്യത്ത് നമസ്കാരത്തിൽ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി പങ്കെടുത്തു. ഒട്ടേറെ പ്രമുഖർ അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കാനെത്തി. ഷെയ്ഖ് സുൽത്താന്റെ മരണത്തിൽ ഷാർജ ഭരണാധികാരി ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി അനുശോചനം രേഖപ്പെടുത്തുകയും ഷാർജയിൽ 3 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. 16 വയസ്സിന് താഴെയുള്ളവർക്ക് ഡിസംബർ മുതൽ ഓസ്ട്രേലിയയിൽ ഏർപ്പെടുത്താൻ ഒരുങ്ങുന്ന സോഷ്യൽ മീഡിയ വിലക്ക് റെഡിറ്റ്, ഡിച്ച്, റോബോക്സ്, ഡേറ്റിംഗ് ആപ്പുകൾ എന്നിവയിലേക്കും വ്യാപിപ്പിക്കും. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ടിക്ടോക്ക്, യൂട്യൂബ്, എക്സ് എന്നിവ ഉൾപ്പെടുന്ന പട്ടികയിൽ ലെഗോ പ്ലേ, സ്റ്റീം എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡിസംബർ 10 മുതൽ 16 വയസ്സിന് താഴെയുള്ളവർ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ കൈവശം വെക്കുന്നത് തടയുമെന്ന ആവശ്യകതയെക്കുറിച്ച് ഈ മാസം ഇ-സേഫ്റ്റി കമ്മീഷണർ സമീപിച്ച കമ്പനികൾ ഒരു സ്വയം വിലയിരുത്തൽ നടത്തിയിട്ടുണ്ട്. നിരോധനം പാലിക്കേണ്ടതുണ്ടോ എന്ന് തീരുമാനിക്കാൻ കമ്മീഷണർ അത് ഉപയോഗിക്കും. ഏത് സേവനമാണ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നതെന്നും ഇ-സേഫ്റ്റി ഔദ്യോഗികമായി പ്രഖ്യാപിക്കില്ല. പക്ഷേ ഇ-സേഫ്റ്റി മാനദണ്ഡങ്ങൾ കമ്പനികൾ പാലിക്കണമെന്നാണ് നിർദ്ദേശം. ഡൽഹിയിൽ റിട്ടയർഡ് ബാങ്ക് ജീവനക്കാരനായ 78-കാരനെ ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പിനിരയാക്കി 23 കോടി രൂപ തട്ടിയെടുത്തു. നരേഷ് മൽഹോത്രയാണ് തട്ടിപ്പിന് ഇരയായത്. മുംബൈ പോലീസ് ചമഞ്ഞാണ് തട്ടിപ്പുകാർ നരേഷിൽ നിന്നും പണം അടിച്ചു മാറ്റിയത്. ഭീകരവാദത്തിന് ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നും പണം പോയെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു തട്ടിപ്പ് സംഘം നരേഷ് മൽഹോത്രയെ പേടിപ്പിച്ചത് പണം തട്ടിയെടുത്തതും. ആഗസ്റ്റ് ആദ്യമാണ് തട്ടിപ്പിന് തുടക്കമായത്. മണിക്കൂറുകളോളം വീഡിയോ കോളുകളിൽ നരേഷിനെ നിർത്തി സംഘം ഇദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ നിന്നും വിവിധ അക്കൗണ്ടുകളിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കുകയായിരുന്നു. ഇനി പൗണ്ട്, യൂറോ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 119.88 ഇന്ത്യൻ രൂപ. ഒരു US ഡോളർ 88.74 ഇന്ത്യൻ രൂപ. ഒരു യൂറോ 104.72 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.35 US ഡോളർ. ഒരു കനേഡിയൻ ഡോളർ 64.09 ഇന്ത്യൻ രൂപ. ഇനിയൊരു ഇടവേള. ബുക്ക് യുവർ ഇൻഡിഗോ ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ഈസിലി ആൻഡ് സേഫ്ലി വിത്ത് ആനന്ദ് ട്രാവൽ. കാൾ UK number 020-8548-4897. Indian cell number 918921120509. Or please mail to info@anandtravel.com. Have a happy journey. വീണ്ടും വാർത്തകളിലേക്ക്. UAE-ലെ ആദ്യ ആഡംബര കസിനോ റിസോർട്ടായ വിൻ അൽ മർജൻ ദ്വീപ് 2027 തുടക്കത്തിൽ റാസൽ ഖൈമയിൽ തുറക്കും. അൽ മർജൻ ദ്വീപിലെ ഈ സംരംഭത്തിന്റെ ഉയർന്ന നിലവാരമുള്ള സൗകര്യങ്ങൾ ഗെയിമിംഗ്, ഡൈനിങ്, ബീച്ച് ഫ്രണ്ട് ആക്സസ് എന്നിവ ഉൾപ്പെടുത്തും. ഇത് റാസൽ ഖൈമയെ ഒരു ആഡംബര കേന്ദ്രമാക്കി മാറ്റും. ഓളപ്പരപ്പിൽ ആഡംബര താമസം വാഗ്ദാനം ചെയ്ത അബുദാബിയിലെ ആദ്യ ഫ്ലോട്ടിംഗ് ഹോട്ടൽ യാസ് മറീനയിൽ തുറന്നു. 5 നക്ഷത്ര സൗകര്യങ്ങളോടെയുള്ള ഓർക്കിഡ് ഓവർനൈറ്റ് സൂപ്പർ യോട്ടിൽ 31 മുറികളുണ്ട്. ഇതിൽ 2 കിടക്കകളുള്ള 24 സുപ്പീരിയർ മുറികൾ, എൻസ്യൂട്ട് ബാത്റൂമുകളുള്ള 4 VIP റൂമുകൾ, ലിവിംഗ് ഏരിയ, സോക്ക് ബെഡ്, ഹോട്ട് ടബ്, ടവർ എന്നിവയുള്ള 3 റോയൽ സ്യൂട്ടുകൾ ഉൾപ്പെടും.
ഒരു രാത്രി തങ്ങുന്നതിന് 990 ദിർഹം മുതലാണ് നിരക്ക്. അതിഥികൾക്ക് 24 മണിക്കൂർ കാവൽക്കാരൻ, ഹൗസ് കീപ്പിംഗ്, സ്മാർട്ട് റൂം ഓട്ടോമേഷൻ, 360° സൺ ഡെക്ക് എന്നിവയും ലഭ്യമാക്കും. ഇനി ആനന്ദ് ട്രാവൽ GCC ഇന്ത്യ നാണയ വിനിമയ നിരക്ക്. ഒരു സൗദി റിയാൽ 23.66 ഇന്ത്യൻ രൂപ, ഒരു UAE ദിർഹം 24.16 ഇന്ത്യൻ രൂപ, ഒരു കുവൈറ്റ് ദിനാർ 291.21 ഇന്ത്യൻ രൂപ, ഒരു ഒമാനി റിയാൽ 230.46 ഇന്ത്യൻ രൂപ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ PR പ്രവർത്തനങ്ങൾ തിരക്കിലാണെന്നും വോട്ട് മോഷ്ടിച്ചാണ് BJP അധികാരത്തിൽ തുടരുന്നതെന്നും ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഇന്ത്യയിലെ യുവാക്കൾ യഥാർത്ഥ പോരാട്ടം ജോലിക്ക് വേണ്ടി മാത്രമല്ല നടത്തേണ്ടതെന്നും വോട്ട് മോഷണത്തിന് എതിരെയാണ്. തിരഞ്ഞെടുപ്പുകൾ മോഷ്ടിക്കപ്പെടുന്നിടത്തോളം തൊഴിലില്ലായ്മയും അഴിമതിയും വർദ്ധിച്ചുകൊണ്ടിരിക്കുമെന്നും രാഹുൽ ഗാന്ധി ചൊവ്വാഴ്ച പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വന്തം PR പ്രവൃത്തികൾ മാത്രം തിരക്കിലാണ്. അദ്ദേഹം സെലിബ്രിറ്റികളെയും ശതകോടീശ്വരന്മാരെയും പ്രശംസിക്കുകയാണ്. യുവാക്കളുടെ പ്രതീക്ഷകൾ തകർക്കുകയും അവരെ നിരാശരാക്കുകയും ചെയ്യുന്നുവെന്നും ഈ സർക്കാരിന്റെ മുഖമുദ്രയായി മാറിയിരിക്കുകയാണ്. ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്ത് ഏതെങ്കിലും സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ യുവാക്കൾക്ക് തൊഴിലും അവസരങ്ങളും നൽകുക എന്നതാണ് പ്രഥമ കടമ. എന്നാൽ BJP തിരഞ്ഞെടുപ്പുകൾ സത്യസന്ധമായി വിജയിക്കുന്നില്ല എന്നും രാഹുൽ തുറന്നടിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാരി ധരിച്ചു നിൽക്കുന്ന മോർഫ് ചെയ്ത ചിത്രം സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച സംഭവത്തിൽ BJP പ്രവർത്തകരുടെ തിരിച്ചടി. ചിത്രം പ്രചരിപ്പിച്ച കോൺഗ്രസ് പ്രവർത്തകൻ പ്രകാശ് പഹാരയെ ബലം പ്രയോഗിച്ച് സാരി ധരിപ്പിച്ചാണ് BJP പ്രവർത്തകർ പ്രതിഷേധിച്ചത്. ചൊവ്വാഴ്ച മുംബൈ ഡോംബിലായിരുന്നു സംഭവം. ഇതോടെ മേഖലയിൽ BJP കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ സംഘർഷം ഉടലെടുത്തു. രാജ്യത്തെ പ്രധാനമന്ത്രിയെ കോൺഗ്രസ് അപമാനിക്കുകയാണെന്ന് ആരോപിച്ചാണ് 73 വയസ്സുകാരനായ പഹാരയെ BJP പ്രവർത്തകർ ബലം പ്രയോഗിച്ച് സാരി ധരിപ്പിച്ചത്. BJPയുടെ കല്യാൺ ജില്ലാ പ്രസിഡന്റ് നന്ദു പരബിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ഇനി സ്പോർട്സ്. റെഡ് ബോൾ ക്രിക്കറ്റിൽ നിന്നും ഇടവേള എടുക്കുകയാണ് എന്ന് BCCI അറിയിച്ച് ഇന്ത്യൻ താരം ശ്രേയസ് അയ്യർ. കടുത്ത പുറംവേദനയും ക്ഷീണവും കാരണമാണ് ഈ തീരുമാനമെന്നും ശ്രേയസ് കൂട്ടിച്ചേർത്തു. വെസ്റ്റ് ഇൻഡീസിന് എതിരായ പരമ്പരയ്ക്ക് മുൻപാണ് ശ്രേയസ് റെഡ് ബോൾ ക്രിക്കറ്റിൽ നിന്നും ഇടവേള ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ഓസ്ട്രേലിയക്കെതിരെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന പരമ്പരയിൽ ഇന്ത്യ A ടീമിന്റെ ക്യാപ്റ്റനായിരുന്നു ശ്രേയസ്. എന്നാൽ ഓസ്ട്രേലിയ A ടീമിന്റെ 2ാം ടെസ്റ്റ് ആരംഭിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മാത്രം മുമ്പാണ് ശ്രേയസ് ക്യാപ്റ്റൻസി ഒഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. ഈ ബുള്ളറ്റിൻ കൂടി സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.